പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ കർമ്മലമാതയുടെ അരുമമക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാതാവിന് പല വിധത്തിൽ പല സംജ്ഞകളിൽ നമ്മൾ സംബോധന ചെയ്യാറുണ്ട്. അതിൽ വളരെ ശ്രദ്ധേയമായ ഒന്നാണ് രക്തസാക്ഷികളുടെ രാജ്ഞി എന്ന് നമ്മൾ മാതാവിനെ വിളിക്കുന്നത്. രക്തസാക്ഷികളുടെ രാജ്ഞിയാണ് മറിയം. സഭാ പീഡകരുടെ, ദൈവവിദ്വേഷകരുടെ പീഡനമേറ്റ് രക്തം ചിന്തി മരിച്ചു എന്ന അർത്ഥത്തിലല്ല, ഏറ്റവും വലിയ യാതനകളും വേദനകളും ഏറ്റെടുത്ത് ധൈര്യപൂർവ്വം സഹിച്ച ഒരു വ്യക്തി നിലയിലാണ് മാതാവിനെ രക്തസാക്ഷികളുടെ രാജ്ഞി എന്ന് നമ്മൾ സംബോധന ചെയ്യുന്നത്. മാതാവിനെക്കുറിച്ച് പറയുന്നത്, സകല രക്തസാക്ഷികളും ഇന്നോളം സഹിച്ചിട്ടുള്ള എല്ലാ വേദനകളും ഒരുമിച്ച് ചേർത്താലും മാതാവ് സഹിച്ച വേദനയോട് തുലനം ചെയ്യുവാൻ സാധിക്കുകയില്ല. മാതാവിൻ്റെ സഹനം, അതിൻ്റെ ആധിക്യം, അതിൻ്റെ കാഠിന്യം, അതിൻ്റെ ആഴം, അതിനേക്കാളൊക്കെ ഉന്നതമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ രക്തസാക്ഷി എന്ന് മാത്രമല്ല, രക്തസാക്ഷികളുടെ രാജ്ഞിയാണ് മാതാവ്. കുരിശിൻ ചുവട്ടിൽ മാതാവ് നിൽക്കുന്ന രംഗം പ്രത്യേകമായും വിശുദ്ധ യോഹന്നാൻ എടുത്തു പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. ഇവിടെ പ്രത്യേക ശ്രദ്ധേയമായ ഒന്ന്, മാതാവ് കുരിശിൻ ചുവട്ടിൽ നിൽക്കുകയായിരുന്നു. മാതാവ് ആ സമയം ഹൃദയത്തിൽ അനുഭവിച്ച വേദനകളും യാതനകളും ആകുലതകളുമൊക്കെ പരിഗണിച്ചാൽ ഒരു സ്ത്രീക്ക്, ഒരമ്മയ്ക്ക് ഇതൊക്കെ സഹിച്ചുകൊണ്ട് നിൽക്കുവാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പല കലാകാരന്മാരും മാതാവിനെ കുരിശിൻ ചുവട്ടിൽ ഹൃദയവേദനയുടെ ആധിക്യം കൊണ്ട് ബോധം കെട്ട് വീണിടക്കുന്നതായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകം സുവിശേഷൻ പറയുന്നത് വീണിടക്കുകയല്ല, നിൽക്കുകയായിരുന്നു. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ പ്രത്യേകം ഊന്നൽ കൊടുത്ത് പറയും. അതിനെ ആവർത്തിച്ചും പറയുന്നുണ്ട്. അടുത്ത വാക്യത്തിൽ പറയുന്നത്, യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു. നിൽക്കുകയായിരുന്നുവെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അത് സ്ഥിരീകരിക്കുകയാണ്. മാതാവ് എല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. സാധാരണ ഒരു അമ്മയ്ക്ക് സാധിക്കുന്നതിനേക്കാൾ അധികമായി ധീരതയോടുകൂടെ, പതരാതെ, തളർന്നു പോവാതെ ഈ വേദനകളെല്ലാം തൻ്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് മാതാവ് നിൽക്കുകയായിരുന്നു. ഒരമ്മയ്ക്ക് ഇങ്ങനെ നിൽക്കുവാൻ സാധിക്കുമോ എന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാതാവ് വീണെടുക്കുകയായിരുന്നുവെന്ന് സങ്കല്പിക്കുവാൻ, ചിത്രീകരിക്കുവാൻ പല കലാകാരന്മാരും മുതിർന്നത്. പക്ഷെ വ്യക്തമായും സുവിശേഷൻ പറയുന്നത് അവിടെ നിൽക്കുകയായിരുന്നു. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യം. കടന്നു പോകുന്നവരെ, നിങ്ങൾക്കിത് നിസ്സാരമാണോ? നോക്കിക്കാണുവിൻ, ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിന് തുല്യമായ കർത്താവ് തൻ്റെ ഉഗ്രകോപത്തിൻ്റെ നാളിൽ എൻ്റെ മേൽ
വരുത്തിയ ദുഃഖത്തിന് തുല്യമായ ദുഃഖം ഉണ്ടോ? അപ്പോൾ കടന്നു പോകുന്നവരെ നിങ്ങൾക്കിത് നിസ്സാരമാണോ? ഇത് കർത്താവിൻ്റെ വാക്കുകളായിട്ട് പ്രവാചകൻ പറയുന്നു, യെരമ്യാ പ്രവാചകൻ പറയുന്നു. പക്ഷേ അത് കുരിശിന് ചുവട്ടിൽ നിൽക്കുന്ന മാതാവിൻ്റെ വാക്കുകളായി നമുക്ക് എടുക്കാവുന്നതാണ്. മാതാവ് ആ സമയത്ത് അനുഭവിച്ച വേദന മറ്റെങ്ങും കാണുവാൻ സാധിക്കാത്ത വിധം അത്രയ്ക്ക് അവാച്യമായ, എല്ലാ വേദനകളെയും ഉല്ലംഘിക്കുന്നതായ വേദനയാണ് മാതാവ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഈ സ്നേഹം, ഈ സഹനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണം നമുക്കറിയാം. സ്നേഹമാണ് സഹനത്തെ വർദ്ധിപ്പിക്കുന്നത്. ഇവിടെ മാതാവ് ഒരമ്മ എന്ന നിലയിൽ തൻ്റെ മകൻ നൽകുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന സ്നേഹം നൽകിയ അമ്മയായിരുന്നു എന്ന് നമുക്കറിയാം. ഏറ്റവും പരിശുദ്ധയായ, ഏറ്റവും നിർമ്മലയായ, തൻ്റെ മകനെ അങ്ങേറ്റം ബഹുമാനിച്ചിരുന്ന ദൈവത്തിൻ്റെ പുത്രനെന്ന് മനസ്സിൽ ആരാധനാഭാവത്തോടുകൂടെ മകനെ കണ്ടിരുന്ന ആ അമ്മയ്ക്ക് മകനോടുണ്ടായിരുന്ന സ്നേഹം നിസ്സാരമായിരുന്നു, ലഘുവായതായിരുന്നു എന്ന് നമുക്കൊരിക്കലും പറയാനാവില്ല. ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ബലവത്തായ, ഏറ്റവും ആഴമേറിയ സ്നേഹം ആ അമ്മ മകൻ്റെ മേലെ കാണിച്ചിരുന്നു. അപ്പം ഇങ്ങനെ സ്നേഹിച്ചിരുന്ന ഒരു മകനെയാണ് ഈ വിധത്തിൽ ഏറ്റവും നിർദ്ദയമായി, നിഷ്കരുണമായി, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട്, അവഹേളിക്കപ്പെട്ട്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കുരിശിൽ കിടന്ന് മരിക്കുന്നതായി ആ അമ്മയ്ക്ക് കാണേണ്ടി വരിക. തീർച്ചയായും അത്രയ്ക്ക് സ്നേഹം നിറഞ്ഞ അമ്മയുടെ ഹൃദയത്തിന് അത് അത്രയ്ക്ക് താങ്ങാനാവാത്ത വലിയ ദുഃഖം, വേദന തന്നെയായിരുന്നു. ഇനിയും യേശുവിൻ്റെ ഭാഗത്ത് നോക്കിയാൽ ദൈവത്തിനെന്ന നിലയിൽ സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവിടമായ ആ ഹൃദയം, ആ സ്നേഹം മുഴുവനും അമ്മയിലേക്ക് ചൊരിഞ്ഞുകൊണ്ടാണ് യേശു അമ്മയെ സ്നേഹിച്ചിരുന്നത്. അത്രയും വലിയ സ്നേഹത്താൽ തന്നെ സ്നേഹിച്ചിരുന്ന മകൻ ഇപ്പോഴിങ്ങനെ ദയനീയമായ നിലയിൽ കുരിശിയെടുക്കുന്നത് കാണുമ്പോൾ അമ്മയ്ക്കത് ദുസ്സഹമായ വേദനയാണ് നൽകിയിരുന്നത്. അതുകൊണ്ട് ഈ സ്നേഹം രണ്ട് ഭാഗത്തു നിന്നും, യേശുവിൻ്റെ ഭാഗത്തു നിന്ന് അമ്മയുടെ നേർക്കും, അമ്മയുടെ ഭാഗത്തു നിന്ന് യേശുവിൻ്റെ നേർക്കുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ ആഴം, ആധിക്യം അത്രയും ശക്തമായിരുന്നതുകൊണ്ട് അതുളവാക്കിയ വേദനയും ഏറ്റവും അവർണ്ണനീയമായ ഒന്ന് തന്നെയായിരുന്നു. ഈശോയുടെ ശരീരത്തിലെ എല്ലാ മുറിവുകളും അമ്മ തൻ്റെ ഹൃദയത്തിൽ മുറിവായി ഏറ്റുവാങ്ങി. യേശുവിൻ്റെ ശരീരം മുഴുവനും ആസകലം ഒരു വൃണമായെന്ന വണ്ണം മുറിവ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആകമാനം രക്തമൊലിപ്പിക്കുന്ന മുറിവുകൾ. ഈ മുറിവുകളെല്ലാം യേശു ശരീരത്തിലേറ്റുവാങ്ങി. മാതാവാകട്ടെ അത് ശരീരത്തിലല്ല, ഹൃദയത്തിലാണ്, അന്തരാത്മാവിൽ ആ ദുഃഖം, ആ വേദന മുഴുവനും ഏറ്റുവാങ്ങുകയാണ്. വാസ്തവത്തിൽ ശരീരത്തിൽ അനുഭവിക്കുന്നതിനേക്കാൾ ദുസ്സഹമാണ് ഹൃദയത്തിൽ, ആത്മാവിൽ അനുഭവിക്കുന്ന വേദന. ഒരു വിധത്തിൽ പറഞ്ഞാൽ സൈക്കോളജിക്കലായിട്ട് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു സഹിച്ചതിലും ശരീരത്തിൽ സഹിച്ചതിലും കൂടുതൽ വേദന ഈ അമ്മ തൻ്റെ ഹൃദയത്തിൽ അന്ന് അനുഭവിച്ചു. മാതാവിനെ വ്യാകുല മാതാവ് എന്ന് വിളിക്കുന്നത് എത്രയോ അർത്ഥപൂർണമാണ്. നമ്മൾ മാതാവിൻ്റെ വ്യാകുലങ്ങൾ 7 എണ്ണമായിട്ട് പറയുന്നുണ്ട്. ക്ഷമയോടെന്ന് പ്രവചിച്ചാണ് നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും. പക്ഷെ അതിൻ്റെ പാരമ്യത്തിൽ നമ്മൾ കാണുന്നത് മാതാവ് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന വേളയിലാണ്. ഹൃദയത്തിൽ തുളച്ചു കയറിയ ആ വാൾ, ദുഃഖത്തിൻ്റെ, കഥനത്തിൻ്റെ ആ വാൾ അങ്ങേയറ്റം
വേദനാജനകമായി അമ്മ അനുഭവിക്കുന്നത് ഈ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന ആ വേളയിലാണ്. സാർ പറയുന്നത്, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമോൾ പറയുന്നത്, കാൽവരിയിൽ 2 അൾത്താരകളുണ്ട്. ഒന്ന് യേശുവിൻ്റെ ശരീരം, 2 മാതാവിൻ്റെ ഹൃദയം. യേശു തൻ്റെ ശരീരത്തിൽ ഈ വേദനകളൊക്കെ ഏറ്റുവാങ്ങി അത് ബലിയായി പിതാവിന് സമർപ്പിക്കുന്നു. അപ്പോൾ തൻ്റെ ശരീരം ഒരു അൾത്താരയായി കാണുവാൻ വിശുദ്ധ ക്രിസോസ്റ്റം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. അതേസമയം മാതാവ് ഈ വേദനകളെല്ലാം തൻ്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഹൃദയത്തിൽ നിന്ന് അത് പിതാവിന് സമർപ്പിക്കുന്നു ഒരു യാഗമായി. അങ്ങനെ ശരീരത്തിൽ യേശുവും ഹൃദയത്തിൽ അമ്മയും രക്തസാക്ഷിത്വം വരിക്കുകയാണ്. പിതാവാ ദൈവത്തിന് സ്വീകാര്യമായ ഈ യാതന, ദുഃഖം സമർപ്പിക്കുകയുമാണ്. പക്ഷേ ഇതേക്കുറിച്ച് വിശുദ്ധ ബനവന്തൂര ഒന്നുകൂടി മറ്റൊരു വിധത്തിൽ പറയുകയാണ്. കാൽവരിയിൽ ഒരു അൾത്താരയാണുണ്ടായിരുന്നത്, അത് യേശുവിൻ്റെ കുരിശ്. ഈ ഒരേ അൾത്താരയിലാണ് യേശുവും അമ്മയും ഈ യാഗം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നത്. ആ കുരിശിൽ ദിവ്യകുഞ്ഞാടിനൊപ്പം അമ്മയും ബലിവസ്തുവായി അർപ്പിക്കപ്പെട്ടു. കുരിശാവുന്ന അൾത്താരയിൽ യേശു തൻ്റെ ശരീരം ബലിയ വസ്തുവായി വച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന് ആ ബലിയർപ്പിക്കുന്നു. ഏറ്റവും വലിയ ദുഃഖത്തിൻ്റെയും വേദനയുടെയും ഒക്കെ ഒരു ബലിയർപ്പണമായിരുന്നു അന്ന് കർത്താവ് അർപ്പിച്ച ആ ബലി. ആ അൾത്താരയിൽ തന്നെ, അതായത് ആ കുരിശാവുന്ന അൾത്താരയിൽ തന്നെ മാതാവ് തന്നെയും സമർപ്പിക്കുകയാണ്. അവിടെ ആ അൾത്താരയിൽ വാസ്തവത്തിൽ മാതാവിനെക്കുറിച്ച് പറയുന്നത്, മാതാവ് ആ സമയത്ത് കുരിശിൽ ചുവട്ടിൽ നിന്നിരുന്നു, പക്ഷെ വാസ്തവത്തിൽ കുരിശിൽ തന്നെ കിടക്കുകയായിരുന്നു. കുരിശിലേറിയിരുന്നു മാതാവ്. കാരണം യേശു കുരിശിൽ കിടന്ന് സഹിച്ച എല്ലാ വേദനകളും, തൻ്റെ സ്വന്തം മകൻ്റെ യാതനയെല്ലാം അമ്മ തൻ്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചു, ഹൃദയത്തിൽ സഹിച്ചു. കുരിശിൻ ചുവട്ടിൽ നിന്നതിനേക്കാൾ കുരിശിൽ കിടന്നുകൊണ്ടെന്ന വണ്ണം മാതാവ് ആ വേദനകളെല്ലാം ഏറ്റെടുത്തു, സഹിച്ചു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, പുത്രൻ്റെ കുരിശും ആണികളും അമ്മയുടെ കുരിശും ആണികളുമാണ്. പുത്രൻ്റെ ശരീരത്തിൽ വേദന ഏൽപ്പിച്ച ആ കുരിശും കുരിശ് തറയ്ക്കപ്പെട്ട അവസ്ഥയും തറയ്ക്കുപയോഗിച്ച ആണികളും എല്ലാം എന്തുമാത്രം വേദന നൽകിയോ അത് അമ്മയുടെ ഹൃദയത്തിലും നൽകി. യേശുവിൻ്റെ കുരിശും ആണികളും മുൾമുടിയുമൊക്കെ മാതാവിൻ്റെയും കുരിശും മുൾമുടിയും ആണികളും ഒക്കെയായി മാറുകയാണ്. കർത്താവിൻ്റെ ശരീരത്തിൽ വേദനയ്ക്ക് കാരണമായ ആണികൾ മാതാവിൻ്റെ ഹൃദയത്തിലും സ്നേഹം മൂലം മുറിവേൽപ്പിക്കുകയാണ്. മാതാവ് യേശു ശത്രുക്കളുടെ ക്രൂരത മൂലം, മാതാവ് തൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യം മൂലം ഒരേ വേദന അനുഭവിച്ചുകൊണ്ട് തങ്ങളെ തന്നെ, യേശു തന്നെയും മാതാവ് തന്നെയും പിതാവായ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. വാസ്തവത്തിൽ അന്ന് ഈ മംഗളവാർത്ത വേളയിൽ മാതാവ് പറഞ്ഞു, ഇതാ അങ്ങയുടെ ദാസി, അങ്ങയുടെ വചനം പോലെ ഇനി ഭവിക്കട്ടെ. ആ സമർപ്പണം, ദൈവത്തിൻ്റെ ഹിതം എന്തു തന്നെയായിരുന്നാലും പൂർണ്ണമായി സ്വീകരിക്കുവാനുള്ള ആ മനസ്സ് ഇവിടെയും മാതാവ് പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ജീവിതം മുഴുവനും ആ ഒരു സമർപ്പണം, ആ ഒരു സമ്പൂർണ്ണമായ വിധേയത്വത്തിൻ്റെ ആ മനോഭാവം മാതാവ് നിലനിർത്തിയിരുന്നു. അതാണ് കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ടും തൻ്റെ മകൻ്റെ യാതനകൾ ഓരോന്നും പുതിയ പുതിയ വേദനകളുടെ വഴികൾ തുറന്നു വരുമ്പോഴും മാതാവ് പറയുന്നത്, ഇതാ അങ്ങയുടെ ദാസി, ഇതൊക്കെ ഞാൻ സഹിക്കണം. അങ്ങേ തിരുക്കുമാരൻ, ഞാൻ വളർത്തിയെടുത്ത ഈ മകൻ
ഇതൊക്കെ സഹിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ കിടന്ന് പിടയുന്നത് ഞാൻ കാണണം എന്നാണ് അങ്ങയുടെ തിരുവുള്ളമെങ്കിൽ അത് നിറവേറട്ടെ. ഇതാ അങ്ങയുടെ ദാസി. മാതാവിൻ്റെ ആ സമർപ്പണം മാതാവ് ആവർത്തിക്കുകയായിരുന്നു. പുത്രൻ തൻ്റെ ശരീരം സമർപ്പിച്ചു, അമ്മ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു. പുത്രൻ ശരീരത്തിൽ വേദന അനുഭവിക്കുന്നു, ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും ആത്മാവിലും വേദന അനുഭവിച്ച കർത്താവ്. ആ ശരീരത്തിൽ അനുഭവിച്ച വേദനയും മാതാവ് തൻ്റെ ഹൃദയത്തിൽ ആത്മാവിൽ അനുഭവിച്ചുകൊണ്ടാണ് അവിടെ രക്തസാക്ഷികളുടെ രാജ്ഞിയായി മാതാവ് അവിടെ നിൽക്കുന്നത്. ഇനി മാതാവിൻ്റെ ദുഃഖം വർദ്ധിപ്പിച്ച മറ്റൊരു കാര്യം, ഇത്രയേറെ യാതനകളിലൂടെയും വേദനകളിലൂടെയും പങ്കപ്പാടിലൂടെയും ഒക്കെ കടന്നു പോകുന്ന തൻ്റെ മകൻ തൻ്റെ തൊട്ടടുത്താണെങ്കിലും ആ കുരിശിൽ നിന്ന് അധികം അകലെ അല്ലാതെ ആണെങ്കിൽ നിൽക്കുന്നതെങ്കിലും അമ്മയ്ക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല, ഒരു സഹായവും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നില്ല. വാസ്തവ കുഞ്ഞുനാളിൽ മുതൽ ഓരോ അവസരത്തിലും ഓരോ സാഹചര്യത്തിലും ഈ മകൻ്റെ ഓരോ ആവശ്യവും വിവേചിച്ചെറിഞ്ഞ് അമ്മ അങ്ങോട്ട് ചെന്ന് സഹായിക്കുമായിരുന്നു. അമ്മയുടെ വാത്സല്യത്തിൻ്റെ ആഴം അതായിരുന്നു. പക്ഷെ ഇവിടെ അമ്മയ്ക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. എനിക്ക് ദാഹിക്കുന്നു എന്ന് ഹൃദയഭേദകമാവണ്ണം മകൻ കരയുന്നത് കേട്ടു. വാസ്തവത്തിൽ ഏതൊരമ്മയ്ക്കാണ് ഇത്രയ്ക്ക് അതികഠിനമായ വേദനകളും മുറിവുകളും രക്തച്ചൊരിച്ചികളും ഒതുക്കി സഹിച്ച് 3 നാളുകൾ തൂങ്ങി കൊടും വെയിലിൽ നാട്ടപ്പെട്ടിരിക്കുന്ന മകൻ്റെ ഈ വേദന കേട്ടുകൊണ്ട് ഒരു അനുകമ്പ കൂടാതെ നിൽക്കുവാൻ സാധിക്കുക? തീർച്ചയായും ഈ അമ്മയ്ക്ക് തൻ്റെ ജീവരക്തം വരെയും മകന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറായിരുന്നു. പക്ഷെ പടയാളികൾ അതിന് സമ്മതിക്കുകയില്ല. അവരുടെ നിയമമനുസരിച്ച് കുറ്റവാളികളായി ക്രൂശിക്കപ്പെട്ടവരുടെ ശിക്ഷിക്കപ്പെട്ടവരുടെ അടുത്തേക്ക് മറ്റാരും, പ്രത്യേകിച്ച് സ്വന്തക്കാരും സ്നേഹിതരും ഒന്നും കടന്നു ചെല്ലാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവരെയൊക്കെ കുറച്ച് അകറ്റി നിർത്തിയിരുന്നത്. അപ്പോൾ അതേക്കുറിച്ച് വിശുദ്ധ ബെർണാർഡ് പറയുന്നത്, അമ്മയ്ക്ക് ഒന്ന് മാത്രമേ നൽകാനുണ്ടായിരുന്നുള്ളൂ. ഒരു വെള്ളം പോലും ആ ചുണ്ടിൽ കൊടുത്ത് ഇറ്റിച്ച് നനയ്ക്കുമെന്ന് മാതാവിന് കഴിഞ്ഞിരുന്നില്ല. അമ്മയ്ക്കുണ്ടായിരുന്നത് 2 തുള്ളി കണ്ണുനീര് മാത്രമായിരുന്നു. ആ കണ്ണുനീര് പോലും മകൻ്റെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള സംവിധാനമൊന്നും അവിടെയില്ലായിരുന്നു. ഒരമ്മയുടെ ഹൃദയം എന്തുമാത്രം വേദനിക്കുന്നതെന്ന് കാണുവാൻ ഈ ചിന്തകൾ തീർച്ചയായും ഇതുപോലെ വിശുദ്ധ വിൻസെൻ്റ് ഫെററും ഇതേ ആശയം തന്നെ പറയുന്നുണ്ട്. കുരിശൻ ചുവട് നിന്നിട്ടും ഒരു സഹായവും ചെയ്തു കൊടുക്കാനാവാതെ വാസ്തവത്തിൽ ആ കുരിശിൽ കിടന്നുകൊണ്ട് വേദന അനുഭവിക്കുന്ന ആ മകനെ ഒന്ന് ആശ്ലേഷിക്കുവാൻ, തൻ്റെ കാര്യങ്ങൾ കൊണ്ടൊന്ന് തലയിടുവാൻ, ഒന്ന് ആശ്വസിപ്പിക്കുവാൻ എന്തുമാത്രം ഹൃദയം ദാഹിച്ചിട്ടുണ്ടാവണം അമ്മയുടെ ഹൃദയം. പക്ഷേ അതൊന്നും അനുവദിക്കപ്പെടുന്നില്ല. കുരിശാവുന്ന മരണശൈലിയിൽ കിടന്ന് മരിച്ചുകൊണ്ടിരുന്ന ആ മകനെ അമ്മയുടെ കയ്യിൽ കിടന്ന് മരിക്കുവാനുള്ള ആശ്വാസം കൊടുക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചു. പക്ഷേ അതും സാധിച്ചു. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മളുടെ സ്വന്തക്കാർ, അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മകൻ മരിക്കുമ്പോൾ എൻ്റെ മടിയിൽ കിടന്ന് മരിച്ചു, എൻ്റെ കയ്യിൽ കിടന്ന് മരിച്ചു. എത്ര വലിയൊരു ആശ്വാസമായിട്ടാണ് വാക്കുകൾ പറയുന്നത്. ഇവിടെ അമ്മ അടുത്ത് നിൽക്കുന്നുവെങ്കിലും അമ്മയ്ക്ക് ആ ആശ്വാസം മകന് കൊടുക്കുവാൻ സാധിച്ചില്ല. മടിയിൽ കിടത്തുവാനോ ഒന്ന് തലോടുവാനോ കരങ്ങളിൽ താങ്ങുവാനോ ഒന്നും സാധിക്കാതെ തീർത്തും നിസ്സഹായയായി മാതാവ് ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുകയാണ്. ഇനിയും ചുറ്റും നിൽക്കുന്നവരുടെ മനോഭാവം, അതും യേശുവിൻ്റെ വേദന വർദ്ധിപ്പിക്കുന്നു. അതിനുപരിയായി ഈ അമ്മയുടെ ഹൃദയത്തെയും വല്ലാതെ മഥിക്കുകയാണ്.
ചുറ്റി നിൽക്കുന്നവർ യേശുവിനെ പരിഹസിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 27 അധ്യായം 39 മുതൽ 44 വരികളുടെ വാക്യങ്ങൾ. അവിടെ മറ്റ് പടയാളികളും കൂടി നിൽക്കുന്നവരും വഴി പോകുന്നവരും ഒക്കെ കർത്താവിനെ നശിപ്പിക്കുകയായിരുന്നു, കർത്താവിനെ പഴിക്കുകയും പരിഹസിക്കുകയുമായിരുന്നു. അവർ അവിടെ അവന് കാവലിരുന്നു. ഇവൻ യഹൂദരുടെ രാജാവായ യേശുവാണ് എന്ന ആരോപണം അവർ കുരിശിൻ്റെ അവൻ്റെ ശിരസിന് മുകളിൽ എഴുതി വച്ചു. ഒരു രാജാവാണ്, ഇവൻ രാജാവാണെന്ന് അവകാശപ്പെട്ടിരുന്നവനാണ്, സ്വയം രാജാവായി ചമഞ്ഞിരുന്നവനാണ്. അന്ന് ഓശാന ഞായറാഴ്ച ജനങ്ങളുടെ ആർപ്പുവിളികളെല്ലാം സ്വീകരിച്ചുകൊണ്ട് എഴുന്നള്ളിയവനാണ് എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് ഇവൻ യഹൂദരുടെ രാജാവാണ്. അതിൽ കടന്നുപോയവർ തലകുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു. ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് അത് പണിയുന്നവനെ നിന്നത്തെ രക്ഷിക്കുക. വഴിയെ പോകുന്നവർ പോലും തലകുലുക്കി പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഇത്ര വലിയവനല്ലേ, ഈ മഹാദേവാലയം നശിപ്പിച്ചാലും 3 ദിവസം കൊണ്ട് നീ അത് പണിതുയർത്തുന്നൊക്കെ പറഞ്ഞവനല്ലേ, നീ നിന്നെ തന്നെ രക്ഷിക്കുക, നീ താഴേക്ക് ഇറങ്ങി വരിക, നിന്നെ തന്നെ രക്ഷിക്കുക, നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. അപ്രകാരം തന്നെ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞരോടും പ്രമാണികളോടുമൊത്ത് അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. പ്രധാന പുരോഹിതന്മാരുണ്ടായിരുന്നു, യഹൂദ പ്രമാണികളുണ്ടായിരുന്നു. അവരും ഈ ജനങ്ങളോട് ചേർന്നുകൊണ്ട് കർത്താവിനെ പരിഹസിക്കുകയാണ്. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ രക്ഷിക്കുവാൻ ഇവന് സാധിക്കുന്നില്ല. ഇവൻ ഇസ്രായേലിൻ്റെ രാജാവാണല്ലോ, കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം. ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു, വേണമെങ്കിൽ ദൈവം ഇവൻ രക്ഷിക്കട്ടെ. ഞാൻ ദൈവത്തിനാണെന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത്. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കവർച്ചക്കാരും ഇപ്രകാരം അവനെ പരിഹസിച്ചു. അപ്പോൾ അവിടെ പരിഹസിക്കാത്തവരായി മാതാവ് യോഹന്നാനും കൂടെയുള്ള സ്ത്രീകളും മാത്രമാണ്. ബാക്കി വഴിപോയവർ പോലും കർത്താവിനെ പരിഹസിച്ചുകൊണ്ട് തലകുലുക്കി നിന്ദിച്ചുകൊണ്ടാണ് പോകുന്നത്. വാസ്തവത്തിലെത്തി എന്തൊക്കെ ചെയ്തതിനായാലും ശരി, ഈ ദാരുണമായ അവസ്ഥയിൽ കാണുമ്പോൾ അല്പമെങ്കിലും ഒരു മനസ്സ് അലിവ് അവർക്ക് തോന്നേണ്ടതായിരുന്നു. പക്ഷേ അതുപോലും അവർ കാണിക്കുന്നില്ല. ഇതെല്ലാം യേശുവിനോട് നേരെ കാണിക്കുന്നു. പക്ഷേ യേശുവിനെ ഏൽക്കുന്നതിനേക്കാൾ കൂടുതലായ ആഴത്തിൽ അത് ഏൽക്കുന്നത് മാതാവിൻ്റെ ഹൃദയത്തിലാണ്. അതെല്ലാം മാതാവ് സഹിച്ചുകൊണ്ട് തന്നെ ആ കുരിശ് ചുവട്ടിൽ വീണ്ടും പറയുന്നത് നിൽക്കുകയായിരുന്നു. ഇനിയും വന്നു കൊള്ളട്ടെ, സഹനങ്ങൾ, ദുഃഖങ്ങൾ, പീഡനങ്ങൾ, അപഹാസങ്ങൾ, നിന്ദനങ്ങൾ ഒക്കെ വന്നു കൊള്ളട്ടെ. ഇതിനെക്കുറിച്ച് പറയുന്ന വിശുദ്ധ ബ്രിജിത്തായിക്ക് മാതാവിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത്, അന്ന് അവർ യേശുവിനെ അവഹേളിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ മരണം വരെയും എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഞാനത് അനുസ്മരിച്ചുകൊണ്ടിരുന്നു. കാരണം കർത്താവിൻ്റെ ഉദ്ധാനത്തിനും സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധമ്മ സ്വീകരിച്ചതിന് ശേഷം പരിശുദ്ധ വേലയ്ക്കായിട്ട് പോകുന്നു. മാതാവ് പഴയ കാര്യങ്ങളെല്ലാം ധ്യാനിച്ച് സമയം ചിലവഴിക്കുകയായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചും ഈ ക്രൂശിത രംഗം ആ മനസ്സിൽ സജീവമായി വളരെ വ്യക്തമായി എത്രയോ വേദനാജനകമായി അത് ഉയർന്നു വന്നിട്ടുണ്ടാവണം. അപ്പോൾ കുരിശ് ചുവട്ടിൽ മാത്രമല്ല, അതിനുശേഷവും മാതാവിൻ്റെ ഈ വേദന തുറന്നുകൊണ്ടേയിരുന്നു. കുരിശാവുന്ന മരണശയ്യയിൽ കിടന്നു മരിച്ചുകൊണ്ടിരിക്കുന്ന മകനെ അമ്മയുടെ കയ്യിൽ കിടന്ന് മരിക്കുവാനുള്ള ആശ്വാസം കൊടുക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചു. പക്ഷേ
കുരിശിനെ സമീപിക്കാൻ അവരാരും അനുവദിച്ചില്ല. ചുറ്റും നിൽക്കുന്നവരെല്ലാം അവിടുത്തെ പരിഹസിച്ചുകൊണ്ടിരുന്നു, നിന്ദിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം അമ്മയുടെ ഹൃദയത്തിൽ ആഴമായി മുറിവേൽപ്പിച്ചു. മരണം വരെ അത് അമ്മയുടെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവരെന്തെല്ലാം വാക്കുകൾ മാതാവ് തന്നെ വിശുദ്ധ ബ്രിജിത്തിയോട് പറയുന്നത്, കള്ളൻ, വഞ്ചകൻ, കപടൻ, ദൈവനിഷേധി, സ്വയം രാജാവിനെ അഹങ്കരിച്ച് കിടന്നവൻ എന്നൊക്കെ പറഞ്ഞ് അവർ യേശുവിനെ പരിഹസിച്ചു, നിന്ദിച്ചു. അതെല്ലാം മാതാവ് നിന്നുകൊണ്ട് കേൾക്കുന്നു. അതെല്ലാം അങ്ങേയറ്റം തൻ്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി പിതാവാ ദൈവത്തിന്, മനുഷ്യകുലത്തിന് മുഴുവൻ നമ്മുടെയൊക്കെ പാപത്തിന് പരിഹാരമായി നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടിരുന്നു. ഇനി മത്തായി 27:46 വാക്യത്തിൽ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? സങ്കീർത്തനം ഉദ്ധരിക്കുന്നതാണ് 22-ാം സങ്കീർത്തനം. പക്ഷേ ആ വാക്യത്തിലൂടെ തൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ കർത്താവ് തുറന്നു കാണിക്കുകയാണ്. ദൈവം പോലും തന്നെ ഉപേക്ഷിച്ചു. കർത്താവ് അന്ത്യത്താഴ സമയത്ത് പറഞ്ഞു, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ ഏകനല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. അത്രയും വലിയ ബോധ്യവും വിശ്വാസവുമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴവിടുന്ന് ഹൃദയം പൊട്ടുമാർ കരയുകയാണ്, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചു. ആ വാക്കുകളും മാതാവിൻ്റെ ഹൃദയത്തിൽ വലിയൊരു ഇടുത്തി പോലെ വന്നു വീഴുകയാണ്. ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ മകനായി ദൈവത്തെ മഹത്വപ്പെടുത്തിയ യേശുവിന്, മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രം ജീവിച്ച യേശുവിന് അവസാനം അനുഭവിക്കേണ്ടി വരുന്നു പിതാവിനാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ. ആ ദീനരോധനം മാതാവിനെ ഏറ്റവും അധികം വേദനിപ്പിച്ചു. ദുഃഖസമുദ്രത്തിൽ മുഴുകി തൻ്റെ അമ്മ അടുത്ത് നിൽക്കുന്നത് കണ്ട് കർത്താവിൻ്റെ ഹൃദയം കൂടുതൽ വേദനിക്കുകയാണ്. അമ്മയുടെ സാന്നിധ്യം വാസ്തവത്തിൽ കർത്താവിനെ സന്തോഷിപ്പിക്കേണ്ടതാണ്. അമ്മ കൂടെയുണ്ടല്ലോ, ഒരാശ്വാസം. പക്ഷേ ഈ കൂടെ നിൽക്കുന്ന അമ്മ ഇത്ര വലിയ വേദനയുടെ കയത്തിൽ മുങ്ങിത്താഴുകയാണ് എന്ന് കാണുന്ന കർത്താവിന് മാതാവിൻ്റെ സാന്നിധ്യം കൂടുതൽ വേദന, ദുഃഖം വരുത്തുകയാണ്. അങ്ങനെ തൻ്റെ സാന്നിധ്യവും തൻ്റെ വേദനയും മകൻ്റെ വേദന വർദ്ധിപ്പിക്കുന്നല്ലോ എന്നോർത്ത് മാതാവും കൂടുതൽ വിഷമിക്കുന്നു. കുരിശ് കിടന്നുകൊണ്ട് യേശു മാതാവിനെയും താഴ്ന്നിരുന്നുകൊണ്ട് മാതാവ് യേശുവിനെയും നോക്കുന്നു. ആ 4 കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു. 2 ഹൃദയങ്ങൾ അതീവ വേദന കൊണ്ട് പിടയുന്നു. ഇതാണ് കുരിശിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ആ വേദനയുടെ രംഗം. വേദനയുടെ പാരമ്യത്തിൽ യേശു ജീവൻ വെടിഞ്ഞു. മാതാവാകട്ടെ വേദനയുടെ പാരമ്യം തുടർന്നുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്നു. കർത്താവ് വേദനയുടെ പാരമ്യത്തിലാണ്. അതോടെ ആ വേദനയുടെ നിമിഷം അവസാനിച്ചു, മരണത്തോടുകൂടി. പക്ഷെ മാതാവ് ഈ വേദനയെല്ലാം ഏറ്റുവാങ്ങി അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഹൃദയത്തിൽ നിന്ന്, ആ കുരിശിൽ നിന്ന് ആ തിരുശരീരം താഴേക്ക് ഇറക്കുന്നു. മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. 2 കൈകൊണ്ടും ഏറ്റുവാങ്ങുന്നു. 2 കൈകളിലും യേശുവിൻ്റെ ശരീരം താങ്ങി പിടിച്ചുകൊണ്ട് പിതാവ് ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇതാ അങ്ങയുടെ പുത്രൻ, മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി ബലിയർപ്പിക്കപ്പെട്ട അങ്ങയുടെ മകൻ. വാസ്തവത്തിൽ ഒരു പുരോഹിതൻ കൂദാശ ചെയ്ത് തിരുവോസ്തി പിതാവിന് സമർപ്പിക്കുന്നതിനേക്കാൾ എത്രയോ അർത്ഥപൂർണമാണ് സാക്ഷാൽ ശരീരം. യേശുവിൻ്റെ ആ ജീവനറ്റുപോയ ആ ശരീരം പിതാവ് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള മാതാവിൻ്റെ ആ സമർപ്പണം. ഇവിടെ മാതാവ് നിശബ്ദയായി നിന്നു. അധരങ്ങളിൽ നിന്ന് പരാതിയുടെ ഒരു വാക്കുപോലും അടർന്നു വീണില്ല. എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്യുന്നു? പിതാവ് ദൈവത്തോട് പരാതിയില്ല, മകനോട് പരാതിയില്ല, ശത്രുക്കളോട് പരാതിയില്ല, വിട്ടുപോയ ശിഷ്യന്മാരോടും
ഉപേക്ഷിച്ചു പോയവരോട് ഒന്നും പരാതിയില്ല. ഹൃദയം അവിടുന്ന് നിശബ്ദയായി തന്നെ നിന്നു. പക്ഷെ ഹൃദയം നിശബ്ദമായിരുന്നില്ല. ഹൃദയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ മകൻ്റെ ബലിയർപ്പണം സ്വീകരിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മയൊക്കെ ഈ ബലിയുടെ ഫലത്താൽ രക്ഷിക്കണമേ, മോചിപ്പിക്കണമേ എന്ന് മാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട, ഇത്രയ്ക്ക് വലിയ വേദനയുടെ ബലിയർപ്പണം കൊണ്ട് മോചിപ്പിക്കപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. കർത്താവ് തിരുരക്തവും മാതാവിൻ്റെ കണ്ണുനീരും നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഏറ്റവും വിലപ്പെട്ട 2 വസ്തുക്കളാണ് തിരുരക്തവും തിരുക്കണ്ണുനീരും. ഈ ഇത്ര വലിയ വില കൊടുത്ത് വാങ്ങപ്പെട്ട നമ്മൾ അതനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുക. തീർച്ചയായും മാതാവിൻ്റെ അവാച്യമായ സഹനത്തിൻ്റെയും വലിയ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ള ബോധ്യത്തോടുകൂടെ മാതാവിൻ്റെ അരിമ മക്കളായി, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി ജീവിക്കുന്നതിനുള്ള വരം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് അങ്ങ് അനുഭവിച്ച അവാച്യമായ ആ വേദനകളും വലുതീരാത്ത രക്തത്തുള്ളികളും ഞാനങ്ങേക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി ഈ വേദനകളും യാതനകളും മുറിവുകളുമെല്ലാം സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച അമ്മയുടെ സമർപ്പണത്തെയും അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളെ വിശുദ്ധരായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേകരമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങേ പുത്രൻ്റെ തിരുരക്തത്തിൻ്റെയും അങ്ങയുടെ വിലയേറിയ കണ്ണുനീരിൻ്റെയും ഫലമായ ഞങ്ങളുടെ ആത്മീയ ജീവിതം നഷ്ടപ്പെട്ടു പോവാതെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.